ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടുകൂടി 2 വിദേശ സ്ട്രൈക്കർമാരെ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിരുന്നു. പെപ്ര, ജീസസ് ജിമനസ് എന്നിവർ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. പകരം മറ്റൊരു വിദേശ സ്ട്രൈക്കറെ ഇപ്പോൾ ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് താരമായ കോൾദോ ഒബിയേറ്റ 1 വർഷത്തെ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതായാലും താരത്തിൻ്റെ ആദ്യ പ്രതികരണം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പതിവ് പോലെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെ കോൺടാക്റ്റ് ചെയ്തു. കൂടാതെ മുഖ്യ പരിശീലകനുമായി ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഈ ക്ലബിൻ്റെ വലിപ്പവും വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകരും എന്നെ വളരെയധികം ഇംപ്രസ് ചെയ്യിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഭാഗമാവാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. കളിക്കളത്തിലേക്ക് ഇറങ്ങുവാനും ഈ ടീമിന് വേണ്ടി ഏറ്റവും മികച്ചത് നൽകുവാനും ഞാൻ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതാണ് കോൾദോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും താരത്തെ സൈൻ ചെയ്തതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. SD-യുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒബിയേറ്റ വളരെയധികം പരിചയസമ്പത്തുള്ള ഒരു മുന്നേറ്റ നിര താരമാണ്. ഒരുപാട് സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. താരത്തിന്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മുന്നേറ്റത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ അദ്ദേഹം നമുക്ക് നൽകുന്നു. തീർച്ചയായും ടീമിനകത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ക്വാളിറ്റി കാണാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതാണ് സ്കിൻകിസ് പറഞ്ഞിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയും തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സീസണിലെ ഞങ്ങളുടെ ആദ്യത്തെ വിദേശ സൈനിങ് എന്ന രീതിയിൽ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ താരത്തെ വരവേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വരവ് ടീമിനകത്ത് കൂടുതൽ വാല്യൂ നൽകുന്നു. നമ്മുടെ മുന്നിലുള്ള ചാലഞ്ചുകളിൽ അദ്ദേഹം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. ഇതാണ് അഭിക് ചാറ്റർജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും എല്ലാവരും ഹാപ്പിയാണ്. ഈ താരത്തിന് തിളങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് അഭികും അതുപോലെ തന്നെ സ്കിൻകിസും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഒരുപാട് ഗോളുകൾ നേടിയ താരമൊന്നുമല്ല ഈ ഒരു താരം. പക്ഷേ ടീമിനെ നല്ല രൂപത്തിൽ സഹായിക്കും. നല്ല രൂപത്തിൽ ഡിഫെൻസീവിലും ഒഫൻസീവിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.